ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാക്കുന്ന ഒന്നാണ് പരലോക വിശ്വാസം എന്ന് പറയുന്നത്. അത് മനുഷ്യനെ നന്നാക്കുക എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാക്കിക്കൊണ്ടാണ് ഒരു മനുഷ്യനെ പരലോക വിശ്വാസം ഒരു മനുഷ്യനെ നന്നാക്കുന്നത്. ഇത് സഹോദരങ്ങളെ, ഈ ഒരു ലക്ഷ്യം അത് മറപ്പിക്കുന്ന ഒരു എതിരാളി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് പരലോകത്തെ വിസ്മരിച്ച് കളഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു എതിരാളി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഒരു എതിരാളി അത് ശൈത്താനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ സൽക്കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വഴിതെറ്റിച്ച് കളയാൻ വേണ്ടി പണിയെടുക്കുന്നവനാ ശൈത്താന്. എന്തിനേറെ മരണസമയത്ത് പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അവൻ പണിയെടുക്കുന്ന ഒരാൾ മരിക്കാൻ കിടക്കുക, ആ സമയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിനെ ദിക്കറെടുത്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പാപത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട ഒരു വ്യക്തി ആ സമയത്ത് പോലും ശൈത്താൻ നമ്മളുടെ അടുക്കൽ വന്നുകൊണ്ട് പ്രേരിപ്പിക്കുമെന്ന് നമ്മളെക്കുറിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള ആ ഒരു ബോധത്തെക്കുറിച്ച് മറപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അതുകൊണ്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിലെ 97-98 ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നീ പറയണം, എൻ്റെ റബ്ബേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അവർ ആ പിശാചുക്കൾ എൻ്റെ അടുത്ത് സന്നിഹിതരാകുന്നതിൽ നിന്നും എൻ്റെ റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന ഈ ആയത്തിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം പിശാച് ഒരു മരണസന്ദർഭത്തിൽ പോലും ഒരു വ്യക്തിയെ പിടികൂടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ എന്താ ശൈത്താൻ ശ്രമിക്കുന്നത്? അവിടെയൊക്കെ നമ്മളെ മറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറന്നുകൊണ്ട് ദുനിയാവിൽ മനുഷ്യന് ജീവിച്ചെങ്കിൽ മാത്രമാണ് അവന്റെ ലക്ഷ്യം ശൈത്താന് നേരിടുക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്താ ശൈത്താന്റെ ലക്ഷ്യം? പിശാചിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യന്മാര് സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയിടാൻ വേണ്ടി അവന് ശ്രമിക്കുന്ന, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഋജുവായിട്ടുള്ള നേരായിട്ടുള്ള ഒരു മാർഗം, ആ മാർഗം തെറ്റിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കും ശൈത്താൻ. സിറാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാര് വിശദീകരിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന് 2 സിറാത്തുകൾ ഉണ്ട് എന്ന്. നമുക്കൊക്കെ 2 സിറാത്തുകൾ ഉണ്ട്. ഒരു സിറാത്ത് എവിടെയാണ്? ഒരു സിറാത്ത് പരലോകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സിറാത്ത് പാലമാണ് ഒന്ന്. അതിൽ ആരൊക്കെ ഉണ്ട്? ഒന്ന് സ്വർഗത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകളാണ്. സ്വർഗത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾ അവര് സിറാത്ത് പാലം മുറിച്ചു കടക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം ആരാണ്? മുവഹിദുകളായിട്ടുള്ള പാപികളായിട്ടുള്ള ആളുകളാണ്, മുസ്ലിമീങ്ങളാണ്, ശിർക്ക് ചെയ്യാത്ത ആളുകളാണ്. പക്ഷെ ഒരുപാട് പാപങ്ങൾ അവരെ പിടികൂടിയിട്ടുണ്ട്. ആ മുവഹിദുകളായിട്ടുള്ള ആളുകൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടും. മൂന്നാമത്തെ വിഭാഗം കപടവിശ്വാസികളായിട്ടുള്ള നിഫാഖുള്ള ആളുകളാണ്. അവർ മുസ്ലിമുകളുടെ കൂടെ അവർ നമസ്കരിക്കാനുണ്ടായിരുന്നു, നോമ്പ് നോക്കാനുണ്ടായിരുന്നു, സക്കാത്ത് കൊടുക്കാനുണ്ടായിരുന്നു, ഇൽമിന്റെ സദസ്സിലുണ്ടായിരുന്നു, എല്ലാറ്റിനും മുസ്ലിങ്ങളുടെ കൂടെ ഉള്ള ആളുകളാണ്. പക്ഷേ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പിടികൂടും. ആ സിറാത്ത് പാലം ഇങ്ങനെ മുസ്ലിങ്ങളുടെ കൂടെ വിശ്വാസികളുടെ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കും. പക്ഷേ അവിടെ നിന്ന് അവരുടെ വിളക്കുകൾ, അവരുടെ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല കെടുത്തിക്കളയുമെന്നാണ്. അവരുടെ പ്രകാശം കെടുത്തിക്കളയുമ്പോൾ മുസ്ലിമീങ്ങളോട് ചോദിക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ കൂടെ നമസ്കരിക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ കൂടെ നോമ്പ് നോക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അല്പം പ്രകാശം നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് തരണേ എന്ന്. അപ്പൊ വിശ്വാസികൾ അവരോട് പറയും, നിങ്ങൾ ദൂരെ പോ, നിങ്ങൾ പുറകെ പോ, അവിടെ പോയിക്കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞ് അവരെ അട്ടിപ്പായിക്കുമെന്ന സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹദീദിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അതായത് സിറാത്ത് പാലം മുറിച്ചു കടക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പക്ഷെ സിറാത്ത് പാലം മുറിച്ചു കടക്കാൻ സാധിക്കാത്ത ആളുകൾ, അതായത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ
ഹറാമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളെ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവരെ പിടികൂടുമെന്ന. എങ്ങനെയാ ആ സിറാത്ത് പാലം മുറിച്ചു കടക്കുന്നത്? ആ സിറാത്ത് പാലം ചില ആളുകൾ കണ്ണിമ വെട്ടുന്ന വേഗതയിൽ മുറിച്ചു കടക്കുമെന്ന്. ചില ആളുകൾ ഓടുന്ന വേഗതയിൽ ആ സിറാത്ത് പാലം മുറിച്ചു കടക്കുക. ചില ആളുകൾ നടന്നുകൊണ്ട്, ചില ആളുകൾ ഇഴഞ്ഞുകൊണ്ട് ആ സിറാത്ത് പാലം മുറിച്ചു കടക്കും. ചിലർ അതിൻ്റെ മുകളിൽ നിന്ന് വീഴും. ചില കുളത്തുകളിലൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെ അവർ ആ പാലം മുറിച്ചു കടക്കുന്ന ആളുകൾ. താഴെ നരകമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ ഈ ഒരു ഏറ്റക്കുറിച്ചിൽ, എന്താ ഈ ഒരു വ്യത്യാസമുണ്ടാകാൻ കാരണം? ആ വ്യത്യാസം ദുനിയാവുമായി ബന്ധപ്പെട്ട സിറാത്തിന്റെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 സിറാത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. നാളെ പരലോകത്തുള്ള സിറാത്ത് പാലം മുറിച്ചു കടക്കുന്നത് ഈ ദുനിയാവിലുള്ള സിറാത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ സിറാത്തുൽ മുസ്തഖീമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ആ ഋജുവായിട്ടുള്ള നേരായിട്ടുള്ള ഒരു മാർഗം, അതിനെ എങ്ങനെ മനുഷ്യന്മാരെ സ്വീകരിച്ചു? ആ മനുഷ്യന്മാരത് സ്വീകരിച്ചതിൻ്റെ അളവനുസരിച്ചു കൊണ്ടാണ് നാളെ ആഖിറത്തിലുള്ള പരലോകത്തിലുള്ള ആ ഒരു സിറാത്ത് പാലം സഹോദരങ്ങളെ നമുക്ക് ഉപകാരപ്പെടുക. അപ്പൊ അത് നമ്മുടെ അമലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നതാണ് എന്നർത്ഥം. നമ്മുടെ സിറാത്തുൽ മുസ്തഖീമുമായി ബന്ധപ്പെട്ട, നമ്മുടെ അമലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പിശാച് പരിശ്രമിക്കുമെന്ന്. അതിൽ നിന്ന് വഴിതെറ്റിക്കുക എന്ന് പറയുമ്പോൾ നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറപ്പിച്ച് ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു.